സാർ. കുഴഞ്ഞല്ല ജോർജെ, മോള് നമ്മളെ ചതിച്ചു. സാർ, തിരുവനന്തപുരത്ത് നിന്നാ. എടുക്കണ്ട. സാർ, ഇക്ബാൽ സാർ. ഞാൻ കണ്ടു. ഞാൻ ചങ്ങനാശ്ശേരിയിലെ കോണ്ടോർ റിസോർട്ടിലാ. തൽക്കാലം ആരോടും പറയണ്ട. വക്കീലൊന്ന് കൊടുത്തേ. ശരി, ഇതാ വക്കീലെ. എന്ത് ഭ്രാന്താണോ തന്റെ ഭാര്യയെ കാണിക്കുന്നത്? ഭ്രാന്തൊന്നുമല്ല വക്കീലെ, എന്നെ കൊടുക്കാൻ. ഈ കേസുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അവക്കറിയാം. അതുകൊണ്ടാണ് അവൾ അധികം പുറം ലോകം കാണാതെ ഇതുവരെ ഇരുന്നത്. പക്ഷെ ഈ ചാട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോ കോടതി പോവാ. ഇന്ന് തന്റെ ഭാര്യ അങ്ങനെ സാക്ഷി പറയാമെന്നാ പിന്നെ കാര്യങ്ങൾ എന്റെ കൈപ്പിടി നിൽക്കില്ല. ഞാൻ ഇക്ബാലിൽ കൊടുക്കാം. ഓരോ ഇടപാടുകളും. ഹലോ, ടോമിച്ചൻ ഉണ്ടോ അവിടെ? ആ ഉണ്ട്, കൊടുക്കാം. ടോമിച്ച, അറിയാലോ, ഇനി സ്കാനിംഗ് ഒന്നും വേണ്ട, പോസ്റ്റ്മോർട്ടം മതി. തട്ടിയേക്കണം രണ്ടിനെയും. ഉടനെ നിങ്ങൾ കോട്ടയത്തേക്ക് പോകണം. എന്താണ് ചായ? തട്ടിക്കളയണ രണ്ടെണ്ണത്തിനെയും. അതാണ് ഓർഡർ. ഓക്കെ, ഇറങ്ങ, ഞാൻ വണ്ടി എടുക്കാം. എന്താടാ? ഇറങ്ങടാ. ഇത് ഏതവന്മാരാണിത്? വണ്ടി പഠിപ്പിക്കണായിരിക്കും. കാശ് ഓ, പൈസ ഒന്നില്ല. ആ പൈസ തന്നില്ല അല്ലേ? ഇതിലെ 11ാമത്തെ പേജിൽ എഴുതിക്കോ. 12ാമത്തെ പേജിൽ എഴുതണ്ട, അത് വലിയ ഹോട്ടലിലെ പറ്റെഴുതുന്ന പേജാ കേട്ടോ. സാധനം മേടിക്കണം, പൈസയും കൊടുക്കണം. ഇന്ന് ഇങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് പോയി നോക്കാം. ഇവനൊന്നും ജോലി എടുത്ത് ജീവിക്കൂല. മറ്റവനോട് വന്നായിരുന്നു മനുകൃഷ്ണ, ഗൾഫിൽ നിന്ന് ജെകെയുടെ ഇടപാടാന്ന് പറഞ്ഞ. ജെകെ പറഞ്ഞ 75 ലക്ഷം വികടന്റെ കയ്യിൽ കൊടുത്തുവിടാം. ശരി. നിങ്ങളുടെ അനിയൻ വിളിച്ചിരുന്നു. മോൾ ആശുപത്രിയിലാണത്രേ. ആ, ഞാൻ അറിഞ്ഞ്. വികടാ, നീ ഇങ്ങോട്ട് വാ. ഒരു സ്ഥലം വരെ പോവാനാണ്. ആ, ആയിക്കോട്ടെ. ആ, ഇരിക്കും അമ്മതേ. ആശുപത്രിയില് ഇന്ന പണം അടക്കുന്നുണ്ട്. എടി മുംതാസേ, ആ ബുക്കും സഞ്ചി ഇങ്ങോട്ട് എടുത്തോളി. അല്ല മമ്മതേ, ഇത്രയും കാശ് മുടക്കി ഓപ്പറേഷൻ നടത്തിയ ഓള് രക്ഷപ്പെടുവോ? ഡോക്ടർമാരെന്തു പറഞ്ഞു? പണവും പത്രാസും ഒന്നും ഇല്ലേലും കുഴപ്പമില്ല, ദീനം വരാതിരുന്നാ മതിയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇവളുടെ നടുവ് തിരുമാൻ രൂപ 1.5 ലക്ഷമാണ് ഞമ്മ ചെലവാക്കിയേ. ആ, 100 പ്രശ്നങ്ങളുണ്ട്. എന്നാലും നീ ഇത് കടമായിട്ട് കാണണ്ട. നീ എന്റെ കൂടപ്പറപ്പല്ലേ. ആ, 10,000 ഉണ്ട്. ആശുപത്രിയില് 6 ലക്ഷം അടക്കുന്നുണ്ട്. അറിയാടാ, കൂടുതൽ തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഇക്കാക്ക് മൊത്തത്തിൽ വലിയ ടൈറ്റാണ് മോനെ. നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും. സമയം കളയണ്ട, ചെല്ലു മോനെ. എന്താടി മനസ്സിലായില്ലേ? കൊടുത്തത് പോരാന്ന്. ഓ, വികടാ, സൗത്തിൽ ചെന്ന് ഈ നമ്പര് വിളിച്ചാ മതി. അവിടെ ആളുണ്ടാവും. 75 ഉണ്ട്. സൂക്ഷിക്കണം കേട്ടോ. ശരി. ആ, വണ്ടി മാറ്റിക്കേ. ഞാൻ അങ്ങോട്ടാ വരുന്നത്. സോറി, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അൺഎക്സ്പെക്റ്റഡ് ആയി കുറച്ച് ബൾക്ക് എമൗണ്ട് ഇന്ന് വിഡ്രോൾ നടന്നു. ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അയ്യോ, അർജന്റ് ആയിരുന്നല്ലോ. സണ്ണിൻ ലോയ്ക്ക് ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടതാ.
അഗ്രിമെന്റ് ആക്കി ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് അവന് ദുബായിക്ക് പോകേണ്ടതാ. ഇല്ല, അധികം വൈകില്ല. ഷുവർ. എന്താ വെച്ചാ ഇന്ന് ബൾക്കായിട്ടൊരു വിഡ്രോവൽ വന്നു, അതുകൊണ്ട് ക്യാഷ് റെഡി അല്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞേ. അവരോട് ഞാൻ ടൈം പറഞ്ഞതാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അച്ഛൻ ക്യാഷ് വിട്ട് വന്നാൽ മതി. ആ. ഹലോ, എവിടെയാ നിങ്ങൾ? ഞാൻ ദേ പാലത്തിനടുത്തുണ്ട്. ഇവിടെ ഒരു ഹാംനെറ്റ് ഹോംസ് എന്ന് എഴുതിയ ബോർഡിന്റെ താഴെയുണ്ട്, ഒരു ഗ്രേ ആയിട്ട്. മനു 75 മുഴുവനുണ്ടല്ലോ. മുഴുവനുണ്ട്. ഓക്കെ. ഓ ഓ ഓ ഓ ഓ വേണ്ട. സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അവർ പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. പാർട്ടി തീർച്ചയായും ഇത് ഏറ്റെടുക്കും. അവളല്ലേ സെറീന? വണ്ടി തിരിക്കേ. അലിമ, എന്താ ഇക്ക? ആ മാലിന്യ സിസ്റ്റർ മോൾക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞത് പാത്തുമോള് കേട്ടു. ഞാൻ മരിച്ചു പോവോ അമ്മച്ചിന്ന് അവൾ എന്നോട് ചോദിച്ചു. എനിക്ക് പേടിയാവുന്നിക്ക. നീ ബേജാറാവണ്ട, എല്ലാറ്റിനും പഠിച്ച ഒരു വഴി കാണിച്ചു തരും. ഒരു 5 minutes വെയിറ്റ് ചെയ്യൂ. ക്യാഷ് ഒന്ന് വന്നോട്ടെ.